ECC ലേണിംഗ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ട്രാക്കിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ECC ലേണിംഗും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം പൊസിഷൻ ട്രാക്കറിൽ ഡെയിലി ട്രാക്കിംഗ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഡെയിലി ട്രാക്കിങ്ങിൽ ഏറ്റവും താഴെയായിട്ട് ഇതേ രീതിയിൽ ECC ലേണിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ വലതുവശത്തായിട്ട് തന്നെ സ്റ്റാർട്ട് എന്നൊരു ബട്ടണും കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് ഒരു മുകളിലായിട്ട് തന്നെ ECC ടുഡേയ്സ് ലേണിംഗ് എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് നമുക്ക് ഇന്നത്തെ ഡേറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഇന്നത്തെ ECC ലേണിംഗുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് കാണാൻ സാധിക്കും. അതിൻ്റെ ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് പ്ലേ ചെയ്യാൻ സാധിക്കും. നിലവിൽ ECC ലേണിംഗിലെ എല്ലാ മൊഡ്യൂളുകളും വോയിസുകളും വീഡിയോകളും എല്ലാം ഇംഗ്ലീഷിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വോയിസ് നമുക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കാൻ സാധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ECC ലേണിംഗുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളുടെ ലിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നിന്നും വീഡിയോകൾ അടങ്ങിയിട്ടുള്ള മിനിമം 2 ആക്ടിവിറ്റി എങ്കിലും ഒരു ദിവസം നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഓരോ ആക്ടിവിറ്റിയിലും ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വീഡിയോകളും അതുപോലെ തന്നെ PDF രൂപത്തിലുള്ള ആക്ടിവിറ്റി ഗൈഡുകളും കാണാൻ സാധിക്കും. അത് നമുക്ക് ഓരോ ആക്ടിവിറ്റിയുടെയും താഴെയുള്ള ഈ ഒരു സൂചകങ്ങൾ അഥവാ ചിഹ്നങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ആക്ടിവിറ്റിയുടെ താഴെയായിട്ട് വീഡിയോ എന്നും PDF എന്നും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ വീഡിയോയും അതുപോലെ തന്നെ PDF രൂപത്തിലുള്ള ആക്ടിവിറ്റി ഗൈഡും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അഥവാ PDF എന്ന് മാത്രമാണ് കാണുന്നതെങ്കിൽ അതിൽ വീഡിയോ ഇല്ല, ആക്ടിവിറ്റി ഗൈഡ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓരോ ആക്ടിവിറ്റിയുടെയും സമയദൈർഘ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അതായത് ആക്ടിവിറ്റിയുടെ വലതുവശത്ത് കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ വീഡിയോ കൂടെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമുക്ക് മുകളിലായി തന്നെ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ക്ലിപ്പ് കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇതിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്, അതല്ലെങ്കിൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തൊട്ടു താഴെയുള്ള ആക്ടിവിറ്റി ഗൈഡ് എന്ന ഒരു PDF ഫയലിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. അത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതേ രീതിയിൽ ഇംഗ്ലീഷിലായിരിക്കും കാണാൻ സാധിക്കുക. ഓരോ ആക്ടിവിറ്റിയിലും വ്യത്യസ്ത രീതിയിലുള്ള PDFകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതായത് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള മാർഗ്ഗരേഖയാണ് ഓരോ PDFിലും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം തൊട്ടു താഴെയുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ശരിചിഹ്നം അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം തൊട്ടു താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നേ ദിവസത്തെ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയുടെ താഴെയായിട്ട് ഇതേ രീതിയിൽ കംപ്ലീറ്റഡ് എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്യുന്നതിനായിട്ട് മറ്റൊരു ആക്ടിവിറ്റിയുടെ താഴെയുള്ള സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള വീഡിയോ പൂർണ്ണമായിട്ടും പ്ലേ ചെയ്യുക. തുടർന്ന് തൊട്ടു താഴെയുള്ള ആക്ടിവിറ്റി ഗൈഡ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ ദിവസത്തെ 2 പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു എന്ന് കാണാൻ സാധിക്കും. 2 പ്രവർത്തനങ്ങളുടെയും വലതുവശത്തായിട്ട് ഇതേ രീതിയിൽ കംപ്ലീറ്റഡ് എന്ന് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ 2 ആക്ടിവിറ്റികളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് എൻഡ് ടുഡേയ്സ് ലേണിംഗ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു സക്സസ് സ്ക്രീൻ കാണാൻ സാധിക്കും. അതിനുശേഷം ഗോ ടു ഡെയിലി ട്രാക്കിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ECC ലേണിംഗ് എന്നതിൻ്റെ നേരെയായിട്ട് ഇതേ രീതിയിൽ പച്ച നിറത്തിൽ കംപ്ലീറ്റഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മാസം ECC ലേണിംഗ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഡേയ്സ് കംപ്ലീറ്റഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മാസത്തെ കലണ്ടർ ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും ഓരോ ദിവസത്തെയും ECC ലേണിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു കലണ്ടറിലെ ഡേറ്റുകൾ നമുക്ക് ചുവപ്പ് നിറത്തിലാണ് കാണുന്നതെങ്കിൽ അന്നേ ദിവസം ECC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി കലണ്ടറിലെ ഡേറ്റുകൾ നീല നിറത്തിലാണ് കാണുന്നത് എങ്കിൽ അന്നേ ദിവസം ECC ലേണിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും ECC ലേണിംഗ് അതാത് ദിവസങ്ങളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോസ്റ്റൻ മാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.